എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ലോകത്തെ ഓരോ ഗ്രാമങ്ങളും എടുത്തു നോക്കിയാലും അവരുടേതായ വേഷവിധാനങ്ങൾ വ്യത്യാസമായിരിക്കും, അവരുടെ സംസ്കാരം വ്യത്യാസമായിരിക്കും, അവരുടെ ഭക്ഷണ രീതികളും വ്യത്യാസമായിരിക്കും. പക്ഷെ ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്. ഉദാഹരണം തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ തികച്ചും ഒരു സാധാരണമായ ഒരു ചെറിയ കുടിൽ നമുക്ക് തോന്നും എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. പക്ഷെ അവരുടെ കുടുംബത്തിലും ഒരു സമാധാനവും സന്തോഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിലേക്ക് വന്നാലും മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് വന്നാലും വളരെ ഉയർന്ന ഒരു ജീവിത നിലവാരമായിരിക്കും, വളരെ ഫാസ്റ്റ് യുഗമായിരിക്കും അവർക്കെല്ലാം. പക്ഷെ ഈ ഗ്രാമീണ മേഖലയിൽ പോയി കഴിഞ്ഞാലും തികച്ചും വിഭിന്നമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ഗ്രാമം, അത് നമ്മുടെ ഇന്ത്യയിലാണ്, അത് നമ്മുടെ ഗുജറാത്തിലാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അതായത് പച്ചയായ ഒരു ഗ്രാമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കാഴ്ചകൾ നമ്മുടെ പല കാഴ്ചകളായിരിക്കും. അതായത് ചെറിയൊരു വീടുകള്, മൺകുടിലുകള്, അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ വയലുകള്, മേയുന്ന കന്നുകാലികള്, ഓടിക്കളിക്കുന്ന കുട്ടികള്, അങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ ശാന്തമായ ഒരു ലാളിത്യം എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഒരു കവിഭാവന വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മളെ ചിന്ത പോവുക. എന്നാൽ ഈ പരമ്പരാഗതമായ സങ്കല്പത്തെ പൂർണ്ണമായി തകർക്കുന്ന ഒരു ഇന്ത്യൻ ഗ്രാമമുണ്ട്, ഗുജറാത്തിലെ മദാപർ ഗ്രാമം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ഓരോ വീട്ടുകാരും ലക്ഷപ്രഭുക്കളോ കോടീശ്വരന്മാരോ ആണ്. കൂടാതെ ഏകദേശം 5000 കോടിയിലധികം രൂപ പ്രാദേശികമായ ബാങ്കുകളിൽ ഇവര് നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ഗ്രാമവാസികൾ. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മദാപർ എന്ന ഗ്രാമം ഏകദേശം കഴിഞ്ഞ വർഷത്തെ സെൻസസ് കണക്കെടുപ്പിൽ ഏകദേശം 92,000 താമസക്കാരും ഏകദേശം 7,600ഓളം വീടുകളുമാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത്. പക്ഷെ ഗ്രാമത്തിൽ ഏകദേശം 17 ബാങ്ക് ശാഖകളുണ്ട്. ഇവയിൽ എല്ലാം കൂടി ഗ്രാമവാസികളുടെ സമ്പാദ്യം വരുന്നത് ഏകദേശം 5000 കോടി രൂപയിലധികമുള്ള ഒരു നിക്ഷേപമാണ്. എന്തുകൊണ്ടാണ് ഈ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ ഇത്രയും ഇവരുടെ ഈ സമ്പാദ്യത്തിന്റെ പിന്നിലെ രഹസ്യം? അതായത് എങ്ങനെയാണ് മദാപർ ഇത്രയും വലിയ വിജയം നേടിയത്? ഉത്തരം വളരെ സിമ്പിളാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാർ. കാരണം എന്തെന്ന് വെച്ചാൽ മദാപറിലെ ഭൂരിഭാഗം കുടുംബങ്ങളും വിദേശത്ത്, അത് പ്രത്യേകിച്ച് നോക്കുകയാണ് UK, US, കാനഡ, ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം താമസിക്കുന്ന ബന്ധുക്കളും സഹോദരങ്ങളും ആണ് അവർക്കുള്ളത്. ഈ പ്രവാസി ഇന്ത്യക്കാര് കഠിനാധ്വാനത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ ഗണ്യമായ സമ്പത്തെല്ലാം നേടിയിട്ടുണ്ട്. എന്നാൽ അവർ ഗ്രാമത്തിലെ തങ്ങളുടെ ബന്ധുക്കളെ കൈവിടുന്നില്ല. അവര് ചെയ്യുന്നത് എന്താണ്? വിദേശത്തോട് തങ്ങളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഗ്രാമത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിക്ഷേപിക്കാനായിട്ട് കൂടി അവർ നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക ക്ഷേമം എന്നിവയ്ക്കായി അവർ സജീവമായി ഗ്രാമത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മദാപറിന്റെ ഉത്ഭവം ഏകദേശം ഒരു 12ാം നൂറ്റാണ്ടിലാണ് എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. അതായത് ഗുജറാത്തിലുടനീളം ക്ഷേത്രങ്ങളും ചരിത്ര സ്മാരകങ്ങളും നിർമ്മിക്കുന്നതിൽ പ്രശസ്തമായ കച്ചിയിലെ മിസ്ത്രി സമുദായമാണ് ഈ ഗ്രാമം സ്ഥാപിച്ചത്. കാലക്രമേണ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഗ്രാമത്തെ തങ്ങളുടെ ഒരു ഭവനം പോലെ, തങ്ങളുടെ ഒരു വീട് പോലെ ആക്കി മാറ്റി. അത് ഗ്രാമത്തിന്റെ സമ്പന്നമായ ഒരു സാംസ്കാരിക തനിമയ്ക്ക് കാരണമായി മാറി. ഒരു സാധാരണമായ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായ, അതായത് ഒരു സാധാരണ ഇന്ത്യൻ ഗ്രാമത്തിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ പല ഇന്ത്യൻ നഗരങ്ങളിൽ ഉള്ളതിനേക്കാൾ മികച്ച ഒരു ആധുനിക സൗകര്യങ്ങളാണ് ഈ ഗ്രാമത്തിലുള്ളത്. സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, ആശുപത്രികളുണ്ട്, അതുകൂടാതെ ബാങ്കുകൾ, പാർക്കുകൾ, പിന്നെ നന്നായി പരിപാലിക്കുന്ന റോഡുകൾ എന്നിങ്ങനെ നീളുന്നു അവരുടെ ഒരു വികസനത്തിന്റെ മാതൃക. ജീവിത നിലവാരവും വളരെ ഉയർന്നതാണ് ഇവർ. കഠിനാധ്വാനവും ദീർഘമായ വീക്ഷണവും ഒന്നിക്കുമ്പോൾ എല്ലാം സാധ്യമാകുന്നു എന്നാണ് ഈ ഗ്രാമം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രാമം കേവലം ഒരു സമ്പന്നമായ ഗ്രാമം മാത്രമല്ല, പിന്നെന്താണ്, അതായത് ശക്തമായ സാമൂഹിക ബന്ധങ്ങളും ആഗോള ബന്ധങ്ങളും വികസനത്തോടുള്ള
പ്രതിബദ്ധതയും ഒത്തുചേരുമ്പോൾ ഗ്രാമീണ ജീവിതത്തെ എങ്ങനെ പുനർനിർവചിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ ഉയർത്താൻ കഴിയും എന്നതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ ഗ്രാമം. ഗുജറാത്തിനും മാത്രമല്ല, ലോകത്തിനും മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന സമൃദ്ധിയുടെയും ഐക്യത്തിൻ്റെയും മാതൃകയായ ഒരു പ്രതീകമായിട്ടാണ് ഈ ഗ്രാമം ഇപ്പോൾ നിലകൊള്ളുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിച്ച കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.